ഹലോ, ഒരിക്കൽ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിപ്പോയ കസ്റ്റമേഴ്സിനെ വീണ്ടും നമ്മുടെ ബിസിനസ്സിലേക്ക് എങ്ങനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു ടെക്നിക്കാണെന്ന് പറയാൻ പോണത്. ഇത് മിക്കവർക്കും അറിയാം, പക്ഷേ അത് ചെയ്യേണ്ട വിധത്തിൽ ചെയ്യാറില്ല. ഇത് ചെയ്യേണ്ട വിധത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ റിട്ടേണിങ് കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടും, റിപ്പീറ്റ് ബിസിനസ് നമുക്ക് കിട്ടും. വേറെ ഒന്നുമല്ല, വൗച്ചർ ടെക്നിക്കാണ്. നമ്മൾ എന്തെങ്കിലും ഒരു വൗച്ചർ കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് സാധാരണ നമ്മുടെ നിങ്ങളൊരു പുതിയ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓൺലൈനിലൊരു സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് കുറച്ച് കസ്റ്റമേഴ്സ് എങ്ങനെയെങ്കിലുമൊക്കെ വരുന്നു എന്ന് വിചാരിക്കാം. സാധാരണ വീണ്ടും വരണോട്ടോ എന്ന് പറയലാണ് സാധാരണ ചെയ്യാറ്. അതല്ലാതെ നമ്മളായിട്ടൊരു റീസൺ ഇട്ട് കൊടുക്കണം. വീണ്ടും വരാനായിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഭയങ്കര ഒരു സംഭവമാണെങ്കിൽ മാത്രമാണ് കസ്റ്റമേഴ്സ് വീണ്ടും വരാനുള്ള സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ആ സിമിലർ പ്രൊഡക്റ്റ് കിട്ടുന്ന സ്ഥലത്ത് വില കുറഞ്ഞ എവിടെയാണോ കിട്ടുന്നത് അവിടെ നിന്ന് വാങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളായിട്ടൊരു റീസൺ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് ചെറിയൊരു വൗച്ചർ, ചെറിയൊരു കൂപ്പൺ അടുപ്പിക്കാനായിട്ട് സാധിക്കും. അതായത് അവരുടെ പേഴ്സിൽ വെക്കാൻ പാകത്തിന് കസ്റ്റമേഴ്സിൻ്റെ പേഴ്സ് സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നോട്ടീസ് പോലെയാണ് അടുപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് അത് വായിച്ചിട്ട് കീറി കളയാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ചെറിയൊരു ATM കാർഡിൻ്റെ വലിപ്പത്തിലുള്ള ചെറിയൊരു കൂപ്പണാണ് നമ്മുടെ വാലറ്റിൽ വെക്കാൻ പാകത്തിനുള്ളൊരു കൂപ്പണാണെങ്കിൽ അതിൽ 50 റുപ്പീസ് ക്യാഷ് ബാക്ക്, അല്ലെങ്കിൽ നെക്സ്റ്റ് പർച്ചേസിൽ 100 റുപ്പീസ് ക്യാഷ് ബാക്ക്, അത് എത്രയാണോ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ സാധിക്കുന്നത്, നിങ്ങളുടെ ലാഭമൊക്കെ നോക്കിയിട്ട് അഫോർഡ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് നോക്കി ചെറിയൊരു വൗച്ചർ കാർഡ് അടിക്കുക. അവരുടെ പേഴ്സിൽ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കണം. അത് നെക്സ്റ്റ് പർച്ചേസിൽ അവർക്ക് റിഡീം ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്ക് വേണമെങ്കിലും റിഡീം ചെയ്യാന്നുള്ള രീതിയിൽ ഒരു കൂപ്പൺ നിങ്ങൾ അടുപ്പിക്കുക. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മളായിട്ടൊരു റീസൺ ഇട്ട് കൊടുക്കുകയാണ് കസ്റ്റമേഴ്സിന് വീണ്ടും തിരിച്ചു വരാനായിട്ട്. വെറുതെ ഒരു പ്രതീക്ഷയിലുപരി നമ്മളൊരു റീസൺ കൊടുക്കുന്നു, ഇത്ര നെക്സ്റ്റ് പർച്ചേസിൽ ഇത്ര ക്യാഷ് ബാക്ക് കിട്ടും എന്നുള്ളത് കൊണ്ട് അവർ വീണ്ടും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതല്ലാതെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നതിനേക്കാളും ബെറ്ററാണ്. പിന്നെ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി എഫിഷ്യൻ്റായിട്ട് ചെയ്തു. കാരണം മറ്റുള്ളവർ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ നോട്ടീസ് പോലെ ഇങ്ങനെ അടുപ്പിക്കും, കട്ടി കുറഞ്ഞ പേപ്പറിൽ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് കീറിക്കളയും, വായിച്ചിട്ട് കീറിക്കളയും. ചെറിയൊരു കാർഡ് പോലെ അടുപ്പിക്കുകയാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേഴ്സിൽ അത് കീപ്പ് ചെയ്തോളൂ. മാത്രമല്ല അവർ കീറിക്കളയാനുള്ള സാധ്യത കുറവാണ്. കാരണം അതിൽ നമ്മൾ വലിയ ഒരു ബ്ലോക്ക് ലെറ്ററിൽ നമ്മൾ എഴുതാം, വലിയ ഇതിൽ എഴുതണം 50 റുപ്പീസ് ക്യാഷ് ബാക്ക്, 100 റുപ്പീസ് ക്യാഷ് ബാക്ക് എന്നുള്ളത് എഴുതണം. അപ്പോൾ എന്താ വെച്ചാൽ ഒരു 50 രൂപ കീറിക്കളയുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും അവിടെ കസ്റ്റമേഴ്സിന് ഉണ്ടാവുക. നമ്മളാരും 50 രൂപയുടെ നോട്ട് കീറിക്കളയില്ല, 100 രൂപയുടെ നോട്ട് കീറിക്കളയില്ല. എന്നപോലെ തന്നെ ഈ ഒരു കൂപ്പൺ കീറിക്കളയാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ വീണ്ടും വരാനുള്ളൊരു റീസൺ കസ്റ്റമേഴ്സിന് നമ്മളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഓൺലൈനിൽ ചെയ്യുന്നവർക്ക് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ക്യാൻവയൊക്കെ യൂസ് ചെയ്തിട്ട് ഇതേപോലുള്ള കൂപ്പൺസ് അടുപ്പിക്കാനായിട്ട് സാധിക്കും. പുറത്ത് ബിസിനസ് ചെയ്യുന്നവർ ഫിസിക്കൽ കാർഡ് അടുപ്പിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ കസ്റ്റമറുടെ വാട്സപ്പ് നമ്പർ വാങ്ങിച്ചിട്ട് അങ്ങനെയും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു റീസൺ നമ്മൾ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് പ്രതീക്ഷിച്ചിരിക്കാതെ വീണ്ടും വരണോട്ടോ എന്ന് പറയാതെ എന്തെങ്കിലും ഒരു റീസൺ കസ്റ്റമേഴ്സിന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾ വീണ്ടും വരണം എന്ന് പറയുന്നതിനേക്കാളും ഫാർ എഫക്റ്റീവായിട്ട് മാറും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ചെറിയൊരു ടിപ്പ്. അപ്പോൾ ഇത് നിങ്ങളുടെ സ്മോൾ ബിസിനസ്സിൽ അപ്ലൈ ചെയ്ത് നോക്കാം. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ വീണ്ടും റീആക്ടിവേറ്റ് ചെയ്യാനുള്ളൊരു ടെക്നിക്കാണിത്. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.